നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് പ്ലാൻ കൊടുത്തു. ഇതിന് ലാസ്റ്റ് ഞാൻ അവിടെ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? അദ്ദേഹത്തിന് വ്യക്തമായിട്ടൊരു മറുപടി ഇല്ല. കാരണം ഇന്ന് നാട്ടിൽ നല്ല രീതിയിൽ വരുമാനം വരുന്ന 100% സേഫ് ആയിട്ടുള്ള ഒരു മേഖലയില്ല. ഉണ്ടോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇല്ല. ഇന്ന് മൈലേജ് സ്റ്റൈലിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന വേറൊരു മേഖല ഉണ്ടോ എന്ന് ചോദിച്ചാൽ 100% ഞാൻ പറയുന്നില്ല. കാരണം പ്രവാസം നിർത്തണമെന്ന് ആഗ്രഹിച്ച ഞാൻ 1-2 ബിസിനസ്സുകൾ നാട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ എനിക്ക് പണം നഷ്ടപ്പെട്ടത്. ഓക്കെ, അവിടെയാണ് വലിയ മുതൽ മുടക്കില്ലാതെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്നുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് പ്രവാസിയായിരിക്കെ സ്വന്തം ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അത് ഒഴിവാക്കി ഫുൾ ടൈം ആയിട്ട് എന്ത് ചെയ്ത് മൈലേജ് സ്റ്റൈൽ ഏറ്റെടുത്തു. ഇനി ഒരു കാര്യങ്ങൾ പറയും, അഹങ്കാരം എന്ന് വിചാരിക്കരുത്, നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണ്. എൻ്റെ കയ്യിൽ തന്നെ തെളിവുണ്ട്, എൻ്റെ ലാപ്പ് തുറന്ന് ഞാൻ കാണിച്ചത്. ഞാൻ ഈ മൈലേജ് സ്റ്റൈൽ ബിസിനസ്സിൽ എടുക്കുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം ചെയ്തു. അന്ന് 14 വർഷത്തെ പ്രവാസിയായിരുന്നു ബഹ്റൈൻ എന്ന് പറഞ്ഞ രാജ്യത്ത്. അവിടെ സ്വന്തം ബിസിനസ്സാണ്. 6 വർഷത്തോളം ഫാമിലി സെറ്റിലാണ് അവിടെ. കുട്ടികളൊക്കെ അവിടെ സ്കൂളിൽ പോകുന്നുണ്ട്, 2 കുട്ടികൾ. ആ സമയത്ത് ഭാര്യയുടെ പ്രസവത്തിന് നാട്ടിൽ വെക്കേഷൻ വരുന്ന സമയത്താണ് എന്ത് ചെയ്തത്, ഈ ഒരു അവസരം പരിചയപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത്. ആ ഒരു സമയത്ത് ഞാൻ മൈലൈഫിന്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ചു. എൻ്റെ വീട്ടിൽ ഉമ്മക്ക് അലർജി പ്രയാസം ഉണ്ടായ സമയത്ത് കവചപ്രാശം എന്ന് പറഞ്ഞ ലേഹ്യം അത് ഞാൻ വാങ്ങിക്കാൻ കാരണം എന്നോട് ഇത് പരിചയപ്പെടുത്തുന്ന വ്യക്തി മിസ്റ്റർ ബിജു പി കെ പറയാണ്, അദ്ദേഹത്തിൻ്റെ അമ്മക്ക് അലർജി തുമ്മലാണ്. തുമ്മൽ തുടങ്ങി കഴിഞ്ഞാൽ ഒരു 10-30 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് തുമ്മും. ഈ ചവനപ്രാശം, അതായത് കവചപ്രാശം എന്നാണല്ലോ ഇതിൻ്റെ പേര്. ചവനപ്രാശം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന സംഭവം. നമ്മുടെ ചവനപ്രാശത്തിൻ്റെ പേരാണെന്ത്, കവചപ്രാശം. ഈ കവചപ്രാശം കൊടുത്ത സമയത്ത് എൻ്റെ അമ്മക്ക് എന്ത് ചെയ്തു, അത് പൂർണ്ണമായിട്ട് മാറിയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മക്ക് ചിലപ്പോൾ ഒരു പക്ഷേ മാറാം. കാരണം 25 വർഷം പല ട്രീറ്റ്മെൻറ്റും ഞാൻ ചെയ്തിട്ടുണ്ട്, അവിടെ ഒന്നും മാറ്റം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസം എനിക്കില്ല. പക്ഷെ എന്നാലും ഒരു പരീക്ഷണം, കാരണം വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലല്ലോ, ആയുർവേദം പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ വാങ്ങിക്കൊടുത്ത ഉൽപ്പന്നത്തിന്റെ റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാനിവിടെ നിൽക്കുന്നത്. അങ്ങനെ ആ ഉൽപ്പന്നം വാങ്ങിക്കൊടുത്തു. ഞാനിതിൻ്റെ പ്രോഗ്രാമുകൾ ഇടയ്ക്കൊക്കെ ഒന്ന് പങ്കെടുക്കാൻ തുടങ്ങി. ഒപ്പം തന്നെ ഉപ്പയ്ക്ക് റിസൾട്ട് കിട്ടി, യൂറിക് ആസിഡിന് നല്ല റിസൾട്ട് കിട്ടി, മൈഗ്രെയിൻ്റെ റിസൾട്ട് കിട്ടി. ഇതിനൊക്കെ റിസൾട്ട് കിട്ടിയ സമയത്ത് എനിക്ക് ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കണം തോന്നി. പക്ഷേ ഫുൾ ടൈമായിട്ട് ഏറ്റെടുക്കാനുള്ള ഒരു പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗൾഫിൽ നിന്ന് നാട്ടിൽ നിന്നാലും വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ നാട്ടിലാണെങ്കിലും എന്ത് ചെയ്യും, നമ്മൾ ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ എന്തുണ്ടാവും, ജോലി ഇല്ലെങ്കിൽ ശമ്പളമില്ല അല്ലേ. പക്ഷെ ബിസിനസ് ആണെങ്കിലോ നമ്മൾ എവിടെ ആണെങ്കിലും എന്ത് ചെയ്യും, വരുമാനം കിട്ടും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. വരുമാനം വരുന്നുണ്ട്, ഞാനത് ഓരോ മാസം തീർത്തു കൊടുത്താൽ മതി. അതുകൊണ്ട് സാമ്പത്തിക ബാധ്യതകളോ പ്രശ്നങ്ങളോ ഒന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. എന്നാലും നല്ല ബിസിനസ്സാണ്, ഫ്യൂച്ചർ ഉണ്ട്, അതിനേക്കാൾ സാധ്യത ഉണ്ട് എന്നൊക്കെ എനിക്ക് അറിയാം. അങ്ങനെ ഞാൻ ഇടയ്ക്കുള്ള മീറ്റിങ്ങുകൾ മാത്രം ഒന്ന് പങ്കെടുക്കാൻ തുടങ്ങി. അവിടെയാണ് അടുത്ത പരീക്ഷണം കൊറോണ രൂപത്തിൽ വരുന്നത്. എൻ്റെ ഗൾഫിലെ ബിസിനസ്സൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു. ₹1 വരുമാനം വരാതായി. എനിക്ക് അന്നപ്പോൾ ചെറിയ ടീമൊക്കെ ഉണ്ട്, TC റാങ്കിലാണ് ഞാൻ. അതിനുശേഷമാണ് ഞാൻ ഈ ബിസിനസ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാൻ തുടങ്ങിയത്. ആ ഒരൊറ്റ കൊറോണ കാരണം ഇന്ന് ഞാൻ NTC വിത്ത് സീലിംഗ് അച്ചീവറാണ്. ആ ഒരു ലെവലിലേക്ക് മാറാൻ പറ്റുന്ന മാത്രമല്ല ഒരുപാട് ആളുകളിലേക്ക് ചെറുതും വലുതുമായിട്ട് വരുമാനം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. ഓക്കെ, ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, സീരിയസ് ആയിട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. ഏകദേശം ₹2,44,000 ഓരോ മാസവും ഞാൻ എന്തിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഗൾഫിൽ നിന്ന് നിക്ഷേപിച്ചിട്ടുണ്ട്. അതായത് മിനിമം ഒരു 3 ലക്ഷം കിട്ടിയിട്ടുണ്ട്, വരുമാനം കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ വരുമാനത്തിൻ്റെ പോർച്ച് പറയാൻ വേണ്ടിയിട്ടല്ല, ഒരു ₹50,000 വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് അത് മതി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അതൊന്നും സേഫ് അല്ല. കാരണം ഈ 3 ലക്ഷം കിട്ടിക്കൊണ്ടിരുന്നത് 2026 ₹1 പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് മാറി. മാത്രമല്ല എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു പുതിയ ബിൽഡിംഗ് ഞങ്ങൾ എടുത്തത് 2 ബിൽഡിങ്ങുകൾ ഒന്നിച്ച് എഗ്രിമെൻറ്റ് ചെയ്തത് ₹40 ലക്ഷം എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ എന്തായി മാറി, 0 ആയിട്ട് മാറി. കാരണം കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പൈസയും വൈഫിൻ്റെ കുറേ ഗോൾഡ് എടുത്തിട്ടാണ് എന്ത് ചെയ്തത്, ആ പൈസ അങ്ങോട്ട് അയച്ചത്. 2ാമത്തെ മാസം എന്ത് ചെയ്തു, ലോക്ക്ഡൗൺ ആണ്, ടൂറിസം വർക്ക് ചെയ്യുന്നില്ല, ഒരു സാധ്യതയില്ല. പിന്നെ ഏകദേശം 1-2 വർഷത്തോളം എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, അവിടുന്ന് യാതൊരു വരുമാനം കിട്ടിയിട്ടില്ല. ഇപ്പോഴും കാര്യമായിട്ടില്ല. എന്നാലോ എൻ്റെ ആ പൈസ, അറബിയുടെ കയ്യിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുമോ, ഒരിക്കലും ചിന്തിക്കണ്ട അല്ലേ. അപ്പോൾ ആ പൈസ അങ്ങനെ തന്നെ പോയി. പക്ഷേ എനിക്കത് യാതൊരു പ്രയാസമില്ല. ഇന്ന് 50 ലക്ഷത്തിന് മേലെ ഞാൻ എവിടെ തിരിച്ചു പിടിച്ചു, മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്ന് ഇതുവരെ തിരിച്ചു പിടിച്ചു. ഓക്കെ,
അപ്പൊ കഴിഞ്ഞ മാസത്തെ എൻ്റെ ഇൻകം ഈ പറയുന്ന 2.5 ലക്ഷത്തിന് മേലെയാണ്. കഴിഞ്ഞ മന്ത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ടോട്ടൽ ഇൻകം ചെക്ക് ചെയ്യുന്ന സമയത്ത് 2.5 ലക്ഷത്തിന് മേലെ എനിക്ക് ശരാശരി വരുമാനത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അത് എങ്ങനെ വന്നെന്നറിയോ? യാതൊരു ടെൻഷനും ഇല്ല. എൻ്റെ വരുമാനത്തിൻ്റെയോ എൻ്റെ ടേൺ ഓവറിൻ്റെയോ എൻ്റെ സെയിൽസിൻ്റെയോ കണക്ക് ഞാൻ വെക്കേണ്ട കാര്യമുണ്ടോ മലേഷ്യയിൽ? ആപ്പ് തുറന്നു നോക്കി അറിയില്ലേ? എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെ എൻ്റെ അസോസിയേറ്റ് ആയിട്ട് ലീഡേഴ്സിൻ്റെ കണക്ക് ഞാൻ നോക്കേണ്ട കാര്യമുണ്ടോ? നേരെ മറിച്ച് ഞാൻ സൂപ്പർ മാർക്കറ്റാണ് നടത്തുമെങ്കിലോ, കച്ചവടം നടന്നിട്ടില്ലെങ്കിൽ സ്റ്റാഫിന്റെ സാലറി ഞാൻ കൊടുക്കണ്ടേ? റെന്റ് ഞാൻ അടിക്കണ്ടേ? എന്തെല്ലാം ബാധ്യതകൾ നമുക്കുണ്ടാവും. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇന്നും ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന കൊടുവള്ളിയിലൊക്കെ ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് ചെയ്തിട്ട് അവരുടെ വരുമാനം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ സങ്കടപ്പെട്ടു. എന്താ കാര്യം അറിയോ? 1 കോടിക്കടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കച്ചവടം ചെയ്തവൻ എന്നോട് പറഞ്ഞത് കഴിഞ്ഞ മാസം തന്നെ പ്രോഫിറ്റ് 18,000 രൂപ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് ഞാൻ എന്നെ കാണിച്ചുള്ളൂ ഏകദേശം 1,70,000 ഉണ്ട് ആ മാസം എനിക്ക് ഇൻകം. ഞാൻ പറഞ്ഞ വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ് എൻ്റെ ബിസിനസ്. അവൻ പറഞ്ഞ ഞാൻ എൻ്റെ കൂടെ പ്രവർത്തിക്കാൻ തയ്യാറായിട്ട്, പക്ഷെ എൻ്റെ മൊബൈൽ മുടക്കും. അടുത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. 1 കോടിക്കടുത്ത് അവരെന്തുണ്ട്? ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഫൈനാൻഷ്യൽ ബിസിനസ്സിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഒരു ചിന്താഗതി നിങ്ങളിലുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്ന ഇത്രയേ ഉള്ളൂ, അദ്ദേഹത്തിന് അത് പറയാം, അല്ലെ ഇയാൾക്ക് അത് പറയാം, അല്ലെ മറ്റേ ആൾക്ക് അത് പറയാം, ഞാൻ അങ്ങനെയല്ല എന്ന് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ആരാന്നറിയോ? നിങ്ങൾ തന്നെയാ, അല്ലെ? നിങ്ങളൊന്ന് മാറാൻ തയ്യാറാവുക. നിങ്ങളെ ചിന്തിക്കുക, നിങ്ങളുടെ കുടുംബത്തിനെ ചിന്തിക്കുക. നമുക്ക് ഒരു ട്രെയിനർ, അദ്ദേഹത്തിന് മധു ഭാസ്കർ എന്ന് പറഞ്ഞൊരു ട്രെയിനർ പരിചയമുണ്ടാവില്ലേ? ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ആയിട്ട് ട്രെയിനിങ് എടുക്കുന്ന ഒരു പ്രശസ്ത ട്രെയിനറാണ്. അദ്ദേഹത്തോട് ഒരു മടിയെന്ന് വന്ന് ചോദിക്കുകയാണ്, സാറേ എനിക്ക് ഭയങ്കര മടിയാണ്, രക്ഷപ്പെടുന്നതൊക്കെ നല്ല ആഗ്രഹമാണ്, പക്ഷെ എന്തെങ്കിലും ജോലി എന്ന് വിചാരിച്ചാൽ ചെയ്യും, ഇന്ന് അവിടെ നിൽക്കട്ടെ. പല ആൾക്കും തോന്നാറുണ്ടല്ലേ, നാളെ ആവാം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മൾ തന്നെ ഒരു നെഗറ്റീവിനെ നമുക്ക് എന്ത് ചെയ്യും? ഉള്ളിലേക്ക് കൊടുക്കും, അല്ലേ? നിങ്ങളിപ്പോൾ ഒരാൾക്ക് പ്ലാൻ കൊടുക്കാൻ പോകുന്ന നേരം നിങ്ങൾ തലേന്ന് വിചാരിക്കും നാളെ ഇയാൾക്ക് പ്ലാൻ കൊടുക്കണം, നാളെ എൻ്റെ 4 വ്യക്തികൾക്ക് പ്ലാൻ കൊടുക്കണം. രാവിലെ എണീറ്റ് നിങ്ങൾ ചിന്തിക്കുക, അല്ല ഇപ്പം ഞാൻ അവിടെ പോയി പ്ലാൻ കൊടുത്താൽ അവർക്ക് ജോലി ചെയ്യും, ഇനി അവർ നെഗറ്റീവ് എന്തെങ്കിലും പറഞ്ഞാലോ എന്ന ചിന്ത നിങ്ങൾക്ക് വന്നാൽ ആ പോക്ക് നിങ്ങൾ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും, ഇല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം മധുഭാസ്കറിനോട് ചോദിച്ച സമയത്ത് മധുഭാസ്കർ പറഞ്ഞ വളരെ സിമ്പിളായിട്ട് ഉത്തരമാണ്, നിങ്ങൾക്ക് ഭാര്യയും കുടുംബങ്ങളും ഉണ്ടോ, കുട്ടികളുണ്ടോ? ആ ഉണ്ട്, തീർച്ചയായിട്ടും. നിങ്ങളൊരു കാര്യം ചെയ്യാം, അർദ്ധരാത്രിയിൽ ഇവർ ഉറങ്ങുന്ന സമയത്ത്, ഏകദേശം 2 മണിക്കോ 3 മണിക്കോ ഉറങ്ങുന്ന സമയത്ത് ഒരു ദിവസം ആ ഒന്നിച്ചൊരു റൂമിൽ കിടക്കുക, കുട്ടികളെ മുഴുവൻ നിങ്ങൾ ഡോറൊന്ന് തുറന്നിട്ട് അവർ നോക്കുക എത്ര സമാധാനത്തോടെ അവർ ഉറങ്ങുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ ഉറങ്ങുന്നതിന് ഒറ്റ കാരണം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തികളുടെ വിശ്വാസമാണുള്ളതാണ്, അല്ലേ? എൻ്റെ മക്കൾക്ക് വിശ്വാസം എന്താ? ഞങ്ങൾ ഒപ്പുണ്ട് എല്ലാത്തിനും, അല്ലേ? അങ്ങനെ നമ്മളൊക്കെ ഓരോരുത്തരും കുടുംബനാഥ അല്ലെ കുടുംബനാഥനാണ്, അല്ലേ? നമ്മളെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ മറ്റുള്ളവർക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല. ആർക്കേ സാധിക്കൂ? നമുക്ക് മാത്രമേ സാധിക്കൂ. അപ്പൊ ആ ഉത്തരവാദിത്തം ആരേറ്റെടുക്കണം? നമ്മൾ ഏറ്റെടുക്കണം. ഞാൻ പറയുന്നത്, ഇന്ന് 1 കോടി മുടക്കിയ ആൾക്ക് 18,000 രൂപയാണ് ആ ആഴ്ചയിൽ വരുമാനം, ആ മാസം വരുമാനം ഉണ്ടായിരുന്നതെങ്കിൽ വെറും 30,000 രൂപയുടെ പ്രൊഡക്റ്റ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങിയിട്ട്, അത് എനിക്ക് വേണ്ടി വാങ്ങിയതൊന്നുമല്ല, അളിയനൊരു പരിപാടി തുടങ്ങുന്നതല്ലേ, അവരെന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി വീട്ടിലേക്ക് സോപ്പും പേസ്റ്റും ഷാമ്പും സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? വാങ്ങി വെച്ചു. അങ്ങനെ ആ ഉൽപ്പന്നങ്ങൾ വഴിയാണ് എന്ത് ചെയ്തത്? ഇന്ന് ഈ ലെവലിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചത്. അവിടെ ഞാൻ മനസ്സിലാക്കി, വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ്, വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ല ഇന്ന് ബിസിനസിന്റെ ഏറ്റവും വലിയ കാര്യം. എന്താ? കാലങ്ങൾക്കനുസരിച്ച് ബിസിനസിന്റെ സാധ്യതകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇല്ലേ? മുമ്പത്തെ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ കച്ചവട അവസ്ഥ ആണോ എന്നുള്ളത് നിങ്ങളൊക്കെ എല്ലാവരും സംസാരിക്കണം. നിങ്ങൾ ഓട്ടോ വിളിച്ചാൽ ഓട്ടോക്കാരോട് ചോദിക്കണം, എങ്ങനെയുണ്ട് നിങ്ങളുടെ ഓട്ടോ? കഴിഞ്ഞ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഓട്ടോ ഇപ്പോഴും ഉണ്ടോ? മെച്ചമുണ്ടോ? നിങ്ങൾ സംസാരിക്കണം. കച്ചവടക്കാരൊക്കെ സംസാരിക്കണം. ഓരോ മേഖലയിലുള്ള വ്യക്തികളെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാലും അവരോട് എന്ത് ചെയ്യണം? നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കണം. ആ മേഖലയിലെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം മാത്രമേ നിങ്ങൾ ചെയ്ത മൈലേജ് സ്റ്റൈൽ എത്രത്തോളം സേഫ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, വെരി ക്ലിയർ. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ടിങ്ങിൽ ആദ്യത്തെ 1 മാസത്തിൽ എനിക്ക് ഒരു പേസ്റ്റ് പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ഞാൻ ഒന്നിട്ട് ആൾക്കാരോട് പറഞ്ഞ സമയത്ത് ഇത് റേറ്റ് അധികമാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ തിരിച്ചു ഞാനത് വീട്ടിൽ കൊണ്ടുപോയി ഇത്ര സന്തോഷം. എന്നാൽ ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നത് ഏറ്റവും ചെറിയത് 1000-1500 പേസ്റ്റ് മാത്രം എൻ്റെ ഇടയിൽ പോയിട്ടുണ്ട്. ഓക്കെ, ഇന്നിപ്പോൾ ഞാൻ നമുക്കറിയുന്നത് ശനിയാഴ്ച ആണെന്നുള്ള മന്ത് ക്ലോസിംഗ് കഴിഞ്ഞതാണ്. എൻ്റെ ടോട്ടൽ ടേൺ ഓവർ എന്നുള്ളത് 35 ലക്ഷം ബിസിനസ് ഓടിയാണ്. 45 ലക്ഷത്തിന് വില ചെയ്തു.
കഴിഞ്ഞ മാസം എൻ്റെ ബ്രാഞ്ച് 1-ലും ബ്രാഞ്ച് 2-ലും എന്ത് വന്നു? ബിസിനസ് വന്നു. 45 ലക്ഷത്തിന് മേലെ ക്യാഷിന്റെ കച്ചവടം എന്നിൽ കൂടെ നടന്നു. എനിക്ക് തോന്നുന്നില്ല എൻ്റെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റ് മാത്രം നടന്നിട്ടുള്ളത്. 1.5 ലക്ഷം ക്യാഷ് ഡെയിലി കച്ചവടം ചെയ്യണ്ടേ? സാധ്യത. അപ്പൊ എന്നെ പോലെ ഒരു വ്യക്തിക്ക് ആ ലെവലിലേക്ക് മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ നിങ്ങൾ മാറ്റി വെച്ചത്. എനിക്ക് തൊട്ട് മുന്നേ ഇവിടെ ഒന്ന് സംസാരിച്ച വ്യക്തി ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തി ഉമർ സാർ ഇല്ലേ? ഉമർ ഉസ്താദ് നിങ്ങൾ വരുന്ന വ്യക്തി ഇവിടെ ഒരുവിധം എല്ലാ GTS സെന്ററിലും ഇവിടെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്. ഞാനിപ്പം അദ്ദേഹം എന്നെ പഠിച്ചാൽ തുടക്കത്തിൽ ഞാൻ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്തു. ഇപ്പൊ ഞാൻ അദ്ദേഹത്തിനെ പഠിക്കാം. തിരിഞ്ഞു എന്തോ എന്നേക്കാൾ കൂടുതൽ അച്ചീവ്മെന്റ് ആണ് ചെയ്തത് അദ്ദേഹം നേടിക്കൊണ്ടിരിക്കുന്നത്. ഇത് 3 വർഷമായിട്ട് കണ്ടിന്യൂസ് പെർഫോമൻസ് കോഴ്സാണ് അദ്ദേഹം. ചരിത്ര സംഭവം. അതാര്? വെറും 7ാം ക്ലാസ് വിദ്യാഭ്യാസം ഒരു വ്യക്തി. അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ വിദ്യാഭ്യാസ യോഗ്യതയിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഒരു തടസ്സമില്ല. ഇനി വിദ്യാഭ്യാസം കൂടുതലുണ്ടെങ്കിലോ എന്നെ ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്ത വ്യക്തി ആരാന്നറിയോ? ചെയ്യിച്ചത് എൻ്റെ ഭാര്യ നാളെ MBA കഴിഞ്ഞാണ്. ഓക്കെ, ഇവിടെ എല്ലാവരും ഈക്വൽ. അവിടെ 7ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു വ്യക്തി. ഞാൻ അദ്ദേഹത്തിനെ ഈ ബിസിനസ്സിലേക്ക് എങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്നതെന്ന് അറിയാം. നിങ്ങൾ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ചെറിയ റാങ്കിലാണ്, ഒരു TC ATC റാങ്കിലുള്ള ആളുകൾ, ചില ആളുകളുള്ള ഒരു പ്രയാസം, എനിക്ക് ടീം ആവുന്നില്ല. ഒരു സൈഡിൽ ഒരു 3-4 പേരൊക്കെ വന്നിട്ടുണ്ട്, അല്ലെ ഒരു ഓർഗനൈസേഷനിൽ ഓക്കെ, മറ്റേ ഓർഗനൈസേഷനിൽ ഇന്ന് വരെ ആരുമില്ല. ഉമർ സാറിനെ ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഓർഗനൈസേഷനിൽ ആരുമില്ല. ഞാൻ ടച്ചിങ് DTC ആണ്. ഞാൻ സ്വന്തം റീറ്റെയിൽ ആയിട്ടാണ് ചെയ്തത്. DTC വരെയുള്ള റാങ്കിലെത്തുന്നത്. ഒരു ഓർഗനൈസേഷനിൽ നന്നായിട്ട് ടീമുണ്ട്. 19 ലക്ഷത്തിന് മേലെ ബിസിനസ്സുകൾ ആ ഓർഗനൈസേഷനിൽ വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ലീഡറെ മറ്റൊരു ഓർഗനൈസേഷൻ നമ്മൾ ലവറിന്ന് പറയും. അവിടെ എൻ്റെ അതേ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത വ്യക്തി ഞാൻ, അദ്ദേഹം ഒരേ സമയത്ത് TC ആയി. പക്ഷെ എന്നേക്കാൾ മുന്നേ ATCയും DTCയും അദ്ദേഹമാണ്. ഒരു മാനസിക പ്രയാസം നമുക്കുണ്ടാവും. ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ തോറ്റുപോയെന്നൊരു തോന്നൽ ഇല്ലേ? പക്ഷെ അവിടെ നമുക്ക് വാശി ആവശ്യം, നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ സമയത്താണ് കമ്പനി കണ്ണൂർ വെച്ചിട്ട് DTCMO ലീഡേഴ്സിൻ്റെ മീറ്റിംഗ് നടത്തുന്നത്. ആ DTCMO മീറ്റിംഗ് എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, കാരണം ഞാൻ TC അല്ല. അവിടെ നിന്നാണ് ഉമർ സാർ എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ മരുമകൻ മുഖേനയാണ് എന്നിലേക്ക് വരുന്നത്. ഞാനായിട്ട് യാതൊരു ബന്ധുബന്ധവുമില്ല. ഇന്ന് ഞങ്ങൾ തമ്മിൽ പിരിയാൻ പറ്റാത്തതല്ല. എങ്ങനെ വന്നു? ഫൈനാൻഷ്യൽ കൂടെ അല്ലേ? അപ്പൊ അദ്ദേഹത്തിനെ ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മരുമകന് പള്ളിയിൽ ഉസ്താദാണ്. പ്രത്യേകിച്ച് വലിയ സീരിയസ് ആയിട്ടുള്ള ആളൊന്നുമല്ല, വളരെ സ്ലോ ആണ്, പതുക്കെ സംസാരിക്കും, വളരെ സൗമ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന് വേറൊരാളെ മുഖേനാണ് ഞാൻ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഇടയ്ക്ക് കുറച്ച് ഉൽപ്പന്നങ്ങൾ എന്നോട് വാങ്ങി. ഒരു ഹെയർ ഓയിൽ, ഒരു ബ്രങ്കരാജ് ഹെയർ ഓയിൽ, ഒരു കപ്പല്, ഒരു ബോഡി ഹീലിംഗ്, ഒരു ചാമ്പ്യൻ അടുത്ത പ്രാവശ്യം. ഇങ്ങനെ 1-2 പ്രൊഡക്റ്റുകളൊക്കെ 500 രൂപ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അദ്ദേഹം എനിക്ക് ഓർഡർ ചെയ്തത്. ഞാൻ അതെനിക്ക് വലിയ ഓർഡറാണ്. കാരണം ഒരാളില്ലാത്തൊരു ഭാഗം തന്നെ ചെയ്ത് 500-നെങ്കിൽ 500 കച്ചവടം വരുന്നത്. ഞാൻ ബൈക്കോ കാറോ എടുത്തിട്ടുണ്ട്. അദ്ദേഹം നിൽക്കുന്ന പള്ളിയിൽ അത് കൊണ്ടുപോയി. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യക്ക് മെൻസസ് സമയത്ത് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ വുമൺ കമ്പാനിയിൽ കൊടുത്തു. അത് അദ്ദേഹം വൈഫിന് കൊടുത്തു. അതിന് നല്ല റിസൾട്ട് കിട്ടി. എന്നോട് പറഞ്ഞു നല്ല റിസൾട്ട് കിട്ടുന്നൊക്കെ പറഞ്ഞു. അത്ര ഇതിനൊന്നും ഞാനൊന്നും ചോദിച്ചിട്ടില്ല. റിസൾട്ട് കിട്ടുന്നവരൊക്കെ വളരെ സന്തോഷം. അങ്ങനെ ഞങ്ങൾ ഇരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെ അമ്മച്ചനെ കുറിച്ച് കുറച്ച് പേരെ ലിസ്റ്റ് കാണും. നമ്മൾ പറയാറില്ല ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലേ? ആ ലിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം 50 പേരെ ലിസ്റ്റ് ഇട്ടതിന് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പിതാവാണ് ഇന്നുള്ള ഉമർ സാർ. അപ്പൊ എന്നോട് പറഞ്ഞു നല്ല കഴിവുള്ള വ്യക്തിയാണ്, ഒരുപാട് കണക്ഷൻ ഉണ്ട്, പക്ഷെ അങ്ങോട്ട് പറയാനുള്ള ധൈര്യം എൻ്റെ അടുത്തില്ല. പറഞ്ഞാൽ നേടില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തുടങ്ങിക്കോളി, ബാക്കി ഞാൻ ആയിക്കോളാം. അങ്ങനെ ഒരു പുലർച്ചെ മുതൽ ഉച്ച വരെ പരസ്പരം എന്താണ് വാക്പോരായിരുന്നു ഇങ്ങനെ ഞാൻ കേട്ടത്. ഓക്കെ, അപ്പൊ അതിനിടയ്ക്ക് ഞാനൊരു 95 കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആ 95 ഇങ്ങനെ വാങ്ങി ആ പൈസ തന്നു. എന്നെ അങ്ങോട്ടും കൊണ്ട് അദ്ദേഹം കൊണ്ട് കയറി. നമ്മൾ സാധാരണ ഒന്ന് കയറിക്കോളൊക്കെ പറയില്ല, അതൊന്നുമില്ല. കാരണം ഞാൻ എന്തോ ഒരു സംഗതിയുടെ ആൾ വന്നതാണ്, ഒരു താല്പര്യം ഇല്ലാതെ. എങ്കിലും ഒന്ന് കഴിച്ചു നോക്കാൻ അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഞാനത് കൊണ്ടുപോകുന്നു. ഏതായാലും മകളെ മെൻസസ് സമയത്ത് ഉണ്ടാകുന്ന പ്രയാസത്തിന് റിസൾട്ടായി എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കിയ സമയത്ത് എന്നെ വിളിച്ചു. ഞങ്ങൾ സംസാരിച്ച് നേരിട്ട് കണ്ടു. വളരെ നല്ല രീതിയിൽ അദ്ദേഹം അത് കേട്ടിരിക്കാനും മനസ്സിലാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ഒരുപാട് വ്യക്തികളുമായിട്ട് ബന്ധമുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തു. ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മലപ്പുറം ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ ഞങ്ങൾക്ക് ടീമുണ്ട്. എന്നേക്കാൾ മുന്നേ അദ്ദേഹം ഒരാഴ്ച മുന്നേ RTCയും 6 മാസം മുന്നേ NTCയും അദ്ദേഹമായി. ഞാൻ ചോദിക്കും
ഞാൻ വേറൊരു കച്ചവടം ചെയ്യുന്നത് വിചാരിക്കാം. എൻ്റെ നാട്ടിൽ ബേക്കറി ഉമർ സാർ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ബേക്കറി തുടങ്ങാൻ വേണ്ടി ഞാൻ കുറച്ച് ബേക്കറി സാധനങ്ങൾ കൊടുത്തു, സപ്പോർട്ട് കൊടുത്തു, പണിക്കാരെ വെച്ചു കൊടുത്തു. എന്നേക്കാൾ നല്ല കച്ചവടം അദ്ദേഹത്തിന് നടത്തി എനിക്ക് വിഷമമില്ല. എനിക്ക് കിട്ടുന്നതിനുള്ള വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പ്രയാസമല്ലേ? പക്ഷെ ഇവിടെയാണെങ്കിലോ നിങ്ങളൊന്ന് ആലോചിച്ചു, വരുന്നത് പാരൻസ് മീറ്റിങ്ങിന് പോവാണ്. നിങ്ങളുടെ കുട്ടി ആ ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങളാണ് രക്ഷിതാവും ഇല്ലേ? ഭയങ്കര വെയിറ്റ് ആയിരിക്കുന്നത്. ഇതേപോലെ ആയിരിക്കും ഇന്ന് ഞാൻ പല മീറ്റിംഗ് സെന്ററുകൾ വന്നു കഴിഞ്ഞാലും ഞാൻ പരിചയപ്പെടും, ഞാൻ ഉമർ സാറിന് ലീഡറാണ്. ഓക്കെ, ആ ലെവലിലേക്ക് മാറ്റങ്ങൾ ഇതിൽ കൊണ്ടുവരാൻ ഒരു 7ാം ക്ലാസ് അധ്യാപകന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ട് മുന്നേ ഇവിടെ സംസാരിക്കുന്ന വ്യക്തിയില്ലേ ഹമീദ് മുസ്ലിയാർ ഇടയ്ക്കര, അദ്ദേഹം 1ാം ക്ലാസ് വിദ്യാഭ്യാസത്തിലാണ്. ഇന്ന് RTC റാങ്കിൽ വളരെ സീരിയസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് വിജയിക്കാൻ പറ്റുന്ന മേഖലയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് വളരെ ഇഷ്ടം പോലെ വിജയിക്കാൻ പറ്റും. ഇന്ന് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന പത്മാവതി അമ്മ എന്ന് പറയുന്ന പ്രായമുള്ള സ്ത്രീയാണ്. പക്ഷെ 74 വയസ്സായിട്ടുണ്ടാവും. ഇന്ന് മേശം ഒരാഴ്ചയിൽ 20-30 പേസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് അവർ റിട്ടയർ ചെയ്യും. രാവിലെ അമ്പലത്തിൽ ആ സമയത്ത് ഒരു 10 പേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ആ 10 പേസ്റ്റ് വൈകിട്ടൊക്കെ എന്ത് ചെയ്യും? ഓർഡർ ഉണ്ടാവും, അത് കൊടുത്താലും. എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ വീട്ടിൽ പുലർച്ചെ 5 മണിക്ക് ഒരു അടുത്ത അയൽവാസി വന്ന് ഡോറിന് മുട്ടുകയാണ്. അവിടെ എണീറ്റിട്ടുണ്ട്, എല്ലടിച്ചു. അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, ഒരു പേസ്റ്റ് വേണം. ഇതിലെന്താ കാര്യം? കുറച്ച് 5 മണിക്ക് പേസ്റ്റ് കിട്ടുമോ കടയിൽ നിന്ന്? ഇല്ല. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ വീട്ടിലാണെങ്കിലോ ഉണ്ടാവും, ഹോം ഷോപ്പുകൾ ഉണ്ടാവില്ലേ അല്ലേ? എൻ്റെ വീട്ടിൽ രാത്രി 12 മണിക്ക് വന്നിട്ട് പല പ്രൊഡക്റ്റുമായി കൊണ്ടിരുന്നു. കപ്പിലൊക്കെ കഫക്കെട്ട്, ചുമന്റെ പ്രയാസം ഉണ്ടായി, ആയുശ്വാസ്, കവചപ്രാശം, ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം 1ഉം 2ഉം അല്ല രാത്രി 12 മണിക്ക് ശേഷം വീട്ടിൽ വന്ന് ബെല്ലടിച്ച് വാങ്ങിച്ചു കൊണ്ടുവരുന്നു. അപ്പൊ നമ്മളെ കടന്റെ ഒരു കപ്പാസിറ്റി ആലോചിച്ചു നോക്കും. ഏത് സമയത്തും പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആരുടെ കയ്യിലുണ്ട്? നമ്മളെ കയ്യിലുണ്ട്. ഇവിടെ വിജയിക്കാൻ വേണ്ടത് വളരെ കുറഞ്ഞ കാര്യങ്ങളാണ്. ഉമർ സാറിന് ഫാസ്റ്റ് ആയിട്ട് വിജയിക്കാൻ സാധിച്ചു. ഒന്ന്, അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യം തന്നെയായിരുന്നു. ഒരു ഉസ്താദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാധാരണക്കാരുള്ള ഉസ്താദ്മാർക്ക് പ്രത്യേകം മനസ്സിലാവും. വളരെ കുറഞ്ഞ ശമ്പളത്തിലാണ് അവർ ജോലി ചെയ്യുന്നത്. പിന്നെ അവർക്ക് കിട്ടുന്നത് എന്താ അറിയാം? പല വീടുകളിലുള്ള ഭക്ഷണങ്ങളാണ്. പക്ഷെ അത് അവർക്ക് മാത്രമല്ല കിട്ടുക, വീട്ടുകാർക്ക് കിട്ടുമോ? ഇല്ല. നല്ലൊരു മീൻ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ അവർക്ക് സാധ്യമല്ല. കാരണം ശമ്പളം എന്താണ്? വളരെ ചെറുതാണ്. അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, പക്ഷെ വീട്ടിൽ വയസ്സിന് കുട്ടികൾ കൊടുക്കാൻ കഴിയും? ഇല്ല. അപ്പൊ അവിടെ നിന്നും ഇന്ന് ഉമർ സാറിന്റെ മൂത്ത മകൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, സദക്കത്തുള്ള അവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, എന്നോട് പറയാണ്, അയ്യൻ സാറ് ലൈഫ് ഇപ്പം വളരെ ഖുഷിയായി എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. എന്താ കാര്യം? എന്താഗ്രഹം അത് സാധിക്കാൻ കഴിയും. ഒരു റെസ്റ്റോറൻറ്റ് കയറി കഴിഞ്ഞാൽ ഏറ്റവും ടേസ്റ്റുള്ള ഭക്ഷണം ചെയ്യാം, ഓർഡർ ചെയ്യാം, പൈസ നോക്കണ്ട. ഒരു ഡ്രസ്സ് എടുക്കാൻ കയറി കഴിഞ്ഞാൽ നല്ല ഡ്രസ്സ് അവിടെ ചെയ്യാം, ചൂസ് ചെയ്യും. ഇതിനല്ലേ ശരിക്കും നമുക്ക് വേണ്ടത് അല്ലേ? ഞങ്ങൾക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്, എവിടെയെങ്കിലും പുറത്ത് പോയി താമസിക്കാറുണ്ട്. എനിക്ക് സ്വന്തം റിസോർട്ട് ഉണ്ട് വയനാട്ടിൽ. ഇടയ്ക്കാണ് വീട്ടിൽ പുറത്ത് പോവാണെങ്കിൽ കുട്ടികളാണ് ഹോട്ടൽ ബുക്ക് ചെയ്യുന്നത്, റിസോർട്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടത് ബുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് നല്ല വരുമാനം ഉള്ളതുകൊണ്ടല്ലേ അല്ലേ? എനിക്ക് 4 പെൺകുട്ടികളാണ്. മൂത്ത മകള് 9ാം ക്ലാസ് പഠിക്കുന്നത്. അന്ന് ചെറിയ ആൾക്ക് കഴിഞ്ഞ മാസമാണ് 1 വയസ്സ് പൂർത്തിയായത്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ മൈലേജ് ബിസിനസ് സീരിയസ് ആയിട്ട് എടുക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താ കാരണം? ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു നോമിനേഷൻ ഫെസിലിറ്റി വന്നിട്ടില്ല അല്ലെ? ഞാൻ മറ്റേത് മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും ഞാൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ വരുമാനം കിട്ടൂ, ഞാൻ ഇല്ലെങ്കിൽ കിട്ടുമോ? എന്നാൽ ഇന്ന് എനിക്ക് 100% ആ കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നാളെ ഞായറാഴ്ചയാണ്, എനിക്ക് കല്യാണമുണ്ട്. പക്ഷെ എനിക്കെന്തുണ്ട്? 2 ഹോം മീറ്റിങ്ങുകളും വേറെ 2 അപ്പോയിൻമെൻറ്റുകളും. ഞാൻ ഇന്ന് രാത്രി കല്യാണ വീട്ടിൽ ചെയ്യും. അവർക്ക് എന്തെങ്കിലും കൊടുത്ത് സമ്മതം പറഞ്ഞിട്ട് നാളെ വരാൻ പറ്റില്ല എന്നുകൊണ്ട് ഞാനാണ്. നാളത്തെ ദിവസം എനിക്ക് ഇതിലേക്കുള്ളതാണ്, മൈലേഷ്യയിലേക്കുള്ളതാണ്. കാരണം എന്താ? ഞാൻ എൻ്റെ കുടുംബത്തിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് സ്നേഹിച്ചിരിക്കണം? മൈലേഷ്യനെ സ്നേഹിച്ചിരിക്കണം. കാരണം നാളെ ഞാൻ കൈപിടിച്ച് കൊടുക്കാൻ നമ്മൾ പറയാറില്ലേ, എൻ്റെ ഫാമിലിനെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട എങ്ങോട്ടാ? മൈലേഷ്യയിലേക്ക്. എനിക്ക് കിട്ടുന്ന വരുമാനം 1 രൂപ പോലും കുറയാതെ നാളെ എൻ്റെ കുടുംബത്തിലേക്ക് എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് 24 മണിക്കൂർ പോരാ വർക്ക് ചെയ്യാൻ. ഞാൻ രാത്രി വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കാരണം എൻ്റെ ഒരുപാട് നേടിയെടുക്കണം, വലിയ അഹങ്കാരം കാണിക്കണമെന്നല്ല. സാമ്പത്തിക പൈസന്റെ കുറവിൻ്റെ കാര്യത്തിൽ നാളെ എൻ്റെ കുട്ടികൾ അല്ലെ എൻ്റെ കുടുംബം ചെയ്യാൻ പാടില്ല,
പ്രയാസപ്പെടാൻ പാടില്ല. ഓക്കെ, ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം. ഈ ബിസിനസ്സിൽ ഏറ്റവും നമുക്ക് എഫേർട്ട് ഇടേണ്ട സമയം തുടക്കത്തിലാണ്. തുടക്കത്തിലുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് കുറവായിരിക്കും അല്ലേ. ഇപ്പൊ നമ്മൾ ഇതൊക്കെ മണിച്ചേരി കമ്പനിയല്ല, തട്ടിപ്പ് കമ്പനിയല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു പക്ഷേ തുടക്കക്കാർക്ക് എന്തെന്നില്ല, കഴിഞ്ഞോളണമെന്നില്ല. ഉൽപ്പന്നങ്ങളിലെ ചേരുവകളും അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടുകളും ഉപയോഗ രീതിയും ഒരു പക്ഷേ ആർക്കും അറിഞ്ഞോളണമെന്നില്ല. തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് വ്യക്തമായിട്ട് അറിഞ്ഞോളണമെന്നില്ല അല്ലേ. അതേപോലെ ഓൾറെഡി ഒരു ലൈവായുള്ള ടീം അവർക്കില്ല. ഒരു 100 പേരെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പോകുന്നുള്ളൂ? ഒരു 4, 5 അല്ലെ 10 വ്യക്തികൾ അസോസിയേറ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പൊ ആ സമയത്ത് നിങ്ങളിത് എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റി വെക്കുന്നത് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറാണ്. നിങ്ങളെ കുടുംബത്തിനുള്ള രക്ഷപ്പെടാൻ, നിങ്ങളെ തലമുറ രക്ഷപ്പെടാൻ ഒരു അവസരമായിരിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇന്ന് ഞാൻ ഈ കമ്പനിയിൽ വന്നതിന് ശേഷം എന്തെല്ലാം അച്ചീവ്മെന്റുകൾ നേടുന്നത് പറഞ്ഞുതരാം. തുടക്ക സമയത്ത് എൻ്റെ വരുമാനം ശരാശരി ഒരു വർഷം കൊണ്ട് ഞാൻ 1000 TC റാങ്കാണ്. TC റാങ്ക് എത്തി കഴിഞ്ഞാൽ ടോട്ടൽ കിട്ടിയത് വെറും 30,000 രൂപ. അതായത് 12 മാസത്തേക്ക് ഹരിച്ചു കഴിഞ്ഞാൽ വെറും 2500 രൂപ. എൻ്റെ കാർ അന്ന് ഉപയോഗിക്കുന്നത് പെട്രോൾ അടിക്കാൻ പോലും തീയില്ല, തികയില്ല. പക്ഷേ വർക്ക് നമ്മുടെ സീരിയസ് ആയി. 2ാമത്തെ വർഷം ഞാൻ STC റാങ്കിലേക്ക് എത്തി. ആ വർഷം എനിക്ക് 3 ലക്ഷം രൂപ ടോട്ടൽ ഒരു വർഷം കൊണ്ട് എനിക്ക് വരുമാനം കിട്ടി. അപ്പോൾ അതിനകത്തുണ്ടാ ഒരു മാസം 25,000 രൂപയിലേക്ക് മാറി. അവിടെയാണ് ഞാൻ ഇതിന്റെ പവർ മനസ്സിലാക്കുന്നത്. 2,500 രൂപ സാലറിയിൽ നിൽക്കുന്ന ഒരാൾക്ക് അടുത്ത വർഷം 25,000 ആയി കിട്ടുമോ? ഒരു സാധ്യതയില്ല അല്ലേ. 2,500 ശമ്പളം കിട്ടുന്നെങ്കിൽ അടുത്ത മാസം നേരി പോയാൽ 3,000 കിട്ടും, ഇവിടെ 5,000 കിട്ടും. 2ാമത്തെ വർഷം ശരാശരി എൻ്റെ വരുമാനം 25,000-ത്തിലേക്കും 3ാമത്തെ വർഷം 50,000-ത്തിലേക്കും 1 ലക്ഷത്തിലേക്കും ഇപ്പൊ 2 ലക്ഷത്തിന് മുകളിലേക്കും എന്ത് ചെയ്യാൻ തുടങ്ങി, പോവാൻ തുടങ്ങി. അടുത്ത വർഷത്തെ എൻ്റെ ഇൻകം ഞാൻ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? മനുഷ്യന് ചെയ്യാം. അടുത്ത വർഷത്തെ എൻ്റെ ഇൻകം മിനിമം 3 ലക്ഷത്തിന് മുകളിലാണെന്ന് എനിക്ക് ഇപ്പൊ തന്നെ അറിയാം. കാരണം ഞാനുള്ള പരിപാടി ചെയ്തിട്ടുണ്ട്. ഓരോ ഏരിയകളിലും ടീമിനെ ഡെവലപ്പ് ചെയ്ത് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം. എൻ്റെ അടുത്ത ലക്ഷ്യമുണ്ട്. നിങ്ങൾക്കും വേണമെന്ന് ലക്ഷ്യമില്ലെങ്കിലോ ഒരു കാര്യമില്ല. നിങ്ങൾ വന്നതൊക്കെ ലീഡേഴ്സിന് നിർബന്ധം കൊണ്ടായിരിക്കും. പക്ഷെ എത്തിപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഞങ്ങളൊരു ലീഡറുണ്ട്, ഭഗനേഷാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ആക്കാൻ നോക്കാം എന്നുള്ള പരിപാടി ഒന്നുമില്ല. ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. ഇതായിരുന്നു. ഒന്നെങ്കിൽ നമ്മൾ സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യാം, യെസ്, അതിനു വേണ്ടി എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ അങ്ങോട്ട് ചെയ്യും. അതല്ലെങ്കിൽ നോ, കംപ്ലീറ്റ് അങ്ങോട്ട് ചെയ്യും. ഇത് കുറച്ച് നോക്കട്ടെ. ഞാനൊരു 2,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്ത് നോക്കട്ടെ. എന്ത് ബിസിനസ്? ഞാൻ 5,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് ആഴ്ച 2 പത്ത് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കും ഒരിക്കലുമില്ല. ഞാൻ ഈ ബിസിനസ് തുടങ്ങാനല്ല ഞാൻ 30,000 പ്രൊഡക്റ്റ് എടുത്തത്. 30,000 രൂപയുടെ പ്രൊഡക്റ്റ് ആദ്യം എടുത്ത് എന്തിനാണെന്നറിയാം? എൻ്റെ അളിയൻ എന്നെ കിട്ടിക്കോട്ടെ വിചാരിച്ചു വീട്ടിലേക്കുള്ള കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു. പക്ഷെ ഞാൻ സീരിയസ് ആവാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യം എന്ന് അറിയാൻ 2,70,000-ന്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു. നിങ്ങൾ വാങ്ങിക്കണ്ട, എൻ്റെ ആവശ്യം. ഓക്കെ, പക്ഷെ ഞാൻ സീരിയസ് ആവണമെന്നുണ്ടെങ്കിൽ എനിക്കത് വാങ്ങിയേ പറ്റും. ഇനി നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ സീരിയസ് ആവണമെന്നുണ്ടെങ്കിൽ എത്രൻ്റെ പ്രൊഡക്റ്റ് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. 5,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടൊന്നും ബിസിനസ് ആയിട്ട് ചെയ്യാൻ പോകുന്നില്ല. ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇത് 4 പ്രാവശ്യം തേക്കാനുള്ള പേസ്റ്റും 5-6 കുളിക്കാനുള്ള പ്രാവശ്യം കുളിക്കാൻ, അല്ലെങ്കിൽ 5-6 മാസം കുളിക്കാനുള്ള സോപ്പും, ഒരു ജാമ്യത്തൈലും 2 ബോഡി ഹീലിംഗ് ക്രീമും, ഇങ്ങനത്തെ 5-8 പ്രൊഡക്റ്റ് മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ടോ? ഈ 5,000 മുടക്കിയത് കൊണ്ട് ഇല്ല. അത്ര സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങണ്ട. ഒരു 5-6 മാസത്തേക്ക് കടയിൽ നിന്ന് വാങ്ങണ്ട. അതുകൊണ്ട് തന്നെ വിളിക്കുന്ന മീറ്റിങ്ങിനൊന്നും പോയില്ലെങ്കിൽ എനിക്കെന്തില്ല, ഒരു നഷ്ടമില്ല എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വരും. പക്ഷേ 2-7 പേരെ എടുത്ത് എനിക്ക് അങ്ങനെയാണോ? എനിക്ക് കുറച്ചാവും പേടിയില്ലേ? ഞാനിത് പഠിക്കണ്ടേ? രക്ഷപ്പെട്ടല്ലേ പറ്റൂ. അതിനു വേണ്ടി ഞാൻ ഓൾറെഡി എന്നെ കുടുക്കിലാക്കിയതാണേതോ ഈ ഒരു സമയം. 2ാമതൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു. എന്നെ നിരുത്സാഹപ്പെടുത്തില്ല എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ, നീ ഇത് ചെയ്യരുത്, മണിച്ചീനാണ്, തട്ടിപ്പാണ്, നീ ഞങ്ങളെ കൂടെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ തട്ടിപ്പൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഞാൻ കൂടെ അത് മോശമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുത്തി പോകാൻ എനിക്ക് പറ്റില്ല. പക്ഷേ എനിക്കിത് ബോധ്യപ്പെട്ടു, ഇത് ചെയ്യാൻ പറ്റും, നല്ല മേഖലയാണ്, ഡയറക്ഷൻ, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഞാൻ അവരോട് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഇതിനകത്ത് ആഴ്ച വരുമാനം 2,10,000 എന്നുള്ള സംഖ്യ കിട്ടും ഒരാഴ്ചയിൽ. അത് വാങ്ങിയിട്ട് ഞാൻ നിർത്തും എന്ന് അവരെ വെല്ലുവിളിച്ചു. ഞാൻ 2 പത്ത് വാങ്ങിയ സമയത്ത് ആദ്യം പോയത് അവരെ
എൻ്റെ ഫ്രണ്ട്സിനെ മൊത്തത്തിൽ ഇരുത്തിയിട്ട് ഞാൻ അവർ കാണിച്ചു. അന്ന് അവർ പറഞ്ഞ കാര്യം അറിയോ, നിന്നെ കൊണ്ടൊരു സാധിക്കും. ആരും പറഞ്ഞെന്താ, നീ ഇത് ചെയ്യണ്ട. എന്നാൽ പിന്നീട് പറഞ്ഞത് നിനക്കിത് സാധിക്കും. ഈ അടുത്ത കാലത്ത് എന്നോട് പറഞ്ഞത് അവർ പ്ലാൻ ചെയ്ത കാർ ഉണ്ടായിരുന്നു, 2 പേര്. ആ കാർ അവർക്കൊണ്ട് വാങ്ങിക്കാൻ സാധിച്ചില്ല. സാമ്പത്തികമായിട്ടുള്ള വിചാരിച്ചത്ര സാമ്പത്തികം ചെയ്യാൻ സ്വരൂപിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, മാസങ്ങൾക്ക് മുന്നേ എന്നോട് അവർ പറയുകയാണ്, ഇനി ആ കാർ അയ്യൂബ് നിനക്കേ വാങ്ങിക്കാൻ കഴിയും, നീ വാങ്ങിക്കോ. ഞാൻ പറഞ്ഞു എനിക്ക് ആ കാറല്ലേ എൻ്റെ പ്ലാൻ, എന്നാലും വേണ്ട ഞാനത് വാങ്ങിക്കും. അത് വേറെ കാറൊന്നുമല്ല, റേഞ്ച് റോവർ. ഏകദേശം 1.5 കോടി രൂപ എന്ത് ചെയ്യും, വില വരും. ഓക്കെ, അത്യാവശ്യം ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ. അതിലൊരാൾ വാങ്ങിച്ച ഫോർച്യൂണറാണ്, ഒരാൾ ഇന്നോവ ക്രിസ്റ്റാണ് വാങ്ങിയത്. അതൊക്കെ വാങ്ങിക്കാൻ തന്നെ അത്യാവശ്യം നല്ല പൈസ വേണം. അപ്പോൾ അവരുടെ പ്ലാൻ എന്തായിരുന്നു, റേഞ്ച് റോവർ ആയിരുന്നു. അവർക്കൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ അവർ പറഞ്ഞത് അത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നെ കൊണ്ടേ സാധിക്കും. ഞാൻ പറയും ഓക്കെ, 2 വർഷം സമയം തന്നേക്കും, ഞാൻ വാങ്ങിക്കോളാം, നമുക്ക് എടുക്കാൻ. അതല്ലേ പ്രതികാരം, അത് തന്നെ പ്രതികാരം. നിങ്ങളുടെ കൂടെ ബിസിനസ്സിൽ വന്നില്ലാന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ചീത്ത പറയാനോ ഇഷ്ടക്കേടാവാനോ ഒന്നും പോകണ്ട. ഏതോ ഒരു സിനിമ ഉണ്ട്, ആട്ടിൻകുട്ടിയുടെ എന്തോ ഒരു പേര്, അങ്ങനെ ഒരു പേരുള്ള ആലപ്പുഴ ഭാഗങ്ങൾ ചിത്രീകരിച്ചാണ്. അതിൽ പറയുന്ന ഒരു കോമഡി ഉണ്ട്. ഇദ്ദേഹത്തിനെ ഞാൻ അടിക്കൂല, എന്ത് തെറ്റുണ്ടായാലും, കാരണം അദ്ദേഹത്തിൻ്റെ മകളെ ഇയാൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ ബസ്സിൽ വരാത്ത ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ചീത്ത പറയാനോ ഇഷ്ടക്കേടാവാനോ പോരുന്ന ആളുകൾ എന്ത് ചെയ്യും, അവർ നിങ്ങളുടെ കൂടെ വരും. ഓക്കെ, ഇന്ന് ഒരുപാട് ഡാൻസ് സെല്ലിംഗ് കമ്പനികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഒരുപാട് മണിക്കൂർ കമ്പനികളും പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താ നിങ്ങൾക്കറിയോ? എന്താ നിങ്ങളുടെ ഉത്തരവാദിത്തം? ഇതിനെ പഠിച്ച് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. ഇവിടെ ഒരുപാട് ട്രേഡ് യൂണിയനുകൾ എന്ത് ചെയ്യുന്നുണ്ട്, 6ഓളം പ്രമുഖ ട്രേഡ് യൂണിയനുകൾ ഈ ഒരു ഇൻഡസ്ട്രീനെ 100% സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനൊരു ട്രേഡ് യൂണിയൻ്റെ സംസ്ഥാന ഭാരവാഹിയാണ്, സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ആധികാരികമായിട്ട് പറയാൻ പറ്റും. എല്ലാ കമ്പനികൾക്കും ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല. മെമ്പർഷിപ്പ് കൊടുക്കുന്ന ആർക്കാണെന്നറിയോ? 14 കമ്പനികൾക്ക് മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും നല്ല കമ്പനിയാണിത്, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. 100% ഏറ്റെടുക്കാം. രക്ഷപ്പെടണോ വേണ്ടോ എന്നുള്ള തീരുമാനം ആരാണെന്നറിയോ? നിങ്ങളോ. ഒരാളെയും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല, അതിനകത്ത് താല്പര്യമില്ലെങ്കിൽ പറ്റുമോ? ഒരു വ്യക്തിക്ക് തീരെ താല്പര്യമില്ല, മാറാൻ രക്ഷപ്പെടാൻ താല്പര്യമില്ല. നമ്മൾ 1000 ആൾ അദ്ദേഹത്തിൻ്റെ പുറകെയാണെന്നൊന്നും കാര്യമില്ല, അല്ലേ? ഇനി ഒരാൾക്ക് രക്ഷപ്പെട്ടേ മതിയാവുന്നുണ്ടെങ്കിലോ ഒരാളുടെയും സഹായം ആവശ്യം. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ അപ്പയും റമീസ് സാർ ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു. ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് തന്നെ പെട്ടെന്ന് നിർത്തി വരാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം. 1.5 വർഷം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വരുന്നത്. അവിടെ ഞാനെന്ത് ചെയ്തു, മാക്സിമം ഞാനെല്ലാം പഠിച്ചു. പ്ലാൻ കൊടുക്കാനും GTS പ്രസൻറ്റ് ചെയ്യാനും ഹോം മീറ്റിങ്ങുകൾ എടുക്കാനും എല്ലാം എന്ത് ചെയ്തു, പഠിച്ചു. ആ സമയത്തൊക്കെ എൻ്റെ വൈഫ് പറയുമായിരുന്നു, ഒരു ദിവസം 4-5 ഹോം മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാവുമായിരുന്നു. ഓക്കെ, അതിനിടയ്ക്ക് കുറേ 1-to-1കൾ, സിംഗിൾ ബിസിനസ് കൊടുക്കേണ്ട പ്ലാൻ കൊടുക്കേണ്ട കേസുകൾ വേറെ ഉണ്ടാവുമായിരുന്നു. ഒരു പക്ഷേ എല്ലാ പ്ലാനും കൊടുത്ത് അന്ന് തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു 7 ഉണ്ടെങ്കിൽ 6 കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ ഞാൻ 7 എടുക്കും. 7 എവിടുന്നാ അറിയോ? വീട്ടിൽ അതിൽ ഉറങ്ങിയതിന് ശേഷം. പ്ലാനോട് പ്ലാനാണ് ഒരു വൈഫ് പറയുകയാണ്. ഉറക്കത്ത് പോലും ബിസിനസ് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളിതിനെ മാറി. ഓക്കെ, ഇന്ന് രാത്രി കിടന്നു കഴിഞ്ഞാൽ എൻ്റെ 2 ഓർഗനൈസേഷനിലാണ് എൻ്റെ സീലിങ്ങിൻ്റെ മുകളിൽ ഞാൻ കാണുന്നത്. പുതിയൊരാൾ ജോയിൻ ചെയ്യുന്ന ഒരാൾ വിളിച്ച് ഒരാൾ ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓർഗനൈസേഷൻ 1-ലാണെങ്കിൽ ഇങ്ങോട്ട് പോകും, ഓർഗനൈസേഷൻ 2-ലാണെങ്കിൽ ഇങ്ങോട്ട് പോകും. എന്നിട്ട് അതൊന്ന് എത്ര ആളുകൾക്ക് എന്ന് നോക്കും. ഇവിടെ ഞാനിന്ന് വർക്ക് ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല. ഒരു പ്ലാൻ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ വന്ന 2, 3, 4 വ്യക്തികൾക്ക് വരുമാനം കിട്ടുന്നതായിരിക്കും ആ ഒരു പ്ലാൻ കൊടുക്കാൻ പോകുന്നത്. എനിക്ക് വേണ്ടി മാത്രമാണ് എനിക്ക് എന്ത് ചെയ്യാം, ലീവ് എടുക്കാം, അല്ലേ? ഞാൻ ഗൾഫിന് വരുമാനം ഉണ്ടാക്കിയ സമയത്ത് ഏകദേശം ഞങ്ങൾക്ക് 40ഓളം സ്റ്റാഫുകളുണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ. ഞങ്ങൾക്ക് കൂടുതൽ വരുമാനം കിട്ടുന്ന സമയത്ത് സ്റ്റാഫിന് എന്തേ ഉള്ളൂ, സാലറി മാത്രമേ ഉള്ളൂ, അല്ലേ? എന്നാൽ എനിക്ക് 2-10 കിട്ടിയ സമയത്തോ ഏകദേശം 50ഓളം ആളുകൾക്ക് 10,000-ന് മേലെ വരുമാനം കിട്ടിയിട്ടുണ്ട് ആഴ്ചയിൽ. നമ്മൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ എൻ്റെ 2-10-നേക്കാൾ കൂടുതൽ മധുര ചെയ്തിട്ടുണ്ട് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വരുമാനം കിട്ടിയപ്പോൾ എനിക്ക് അതിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. എൻ്റെ ഒരു പെങ്ങളുണ്ട്, താഹിറ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് GTSലൊക്കെ പ്രസൻറ്റേഷൻ ചെയ്യുന്ന നല്ല കഴിവുള്ള ലേഡിയാണ്. എൻ്റെ ഉപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ മകളാണ്. അപ്പം ഉംറയ്ക്ക് പോയി എങ്ങനെയാണ് മക്കത്തേക്ക് 15 ദിവസത്തേക്ക് ഒരുപാട് അച്ചീവ്മെൻറ്റുകൾ നേടി. വീട് പണി കംപ്ലീറ്റ് തീർന്നു. ഇപ്പോൾ ഈ TDSൻ്റെ ടാക്സ് റിട്ടേൺ പൈസ കിട്ടിയ സമയത്ത് ഒരു സോഫ സെറ്റ് വാങ്ങിച്ചു. ആ ലെവലിലേക്കുള്ള മാറ്റങ്ങൾ.
ഈ ബസ്സിൽ വന്നതിന് ശേഷം ഞാനിപ്പോൾ എൻ്റെ വാഹനം 16 ലക്ഷം രൂപയുടെ ഒരു കാറാണ് ഉപയോഗിക്കുന്നത്. 49 ലക്ഷം രൂപ വില വരുന്ന ലാൻഡ്മാർക്കിൻ്റെ ഒരു ഫ്ലാറ്റ് ഇന്ന് നോളജ് സിറ്റി, നിങ്ങൾ കണ്ടിട്ടുണ്ടോ നോളജ് സിറ്റി? അവിടെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. മൈലേജ് അതിന് പേയ്മെൻറ്റ് കിട്ടാനായിട്ട് കൊടുത്താൽ മതി. അതിന് എനിക്ക് സൈൻ ചെയ്യാൻ ധൈര്യം തന്നത് ആരാന്നറിയോ? മൈലേജ് കമ്പനി. തീർച്ചയായിട്ടും അല്ലേ? ഇപ്പം നമ്മുടെ ലീഡേഴ്സിനൊക്കെ നല്ല കാറ് വാങ്ങിക്കാനും നല്ല ലെവലിലേക്ക് ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ വരുത്താനും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഈ കമ്പനിയിൽ ഒരാഴ്ച വരുമാനം ഇല്ലെങ്കിലും കയ്യിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കേണ്ടി വരുമോ? എന്നാൽ കച്ചവടക്കാരുടെ അവസ്ഥയോ? കച്ചവടം ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് എടുത്തിട്ട് വേണം ചെയ്യാൻ, അങ്ങോട്ട് കൊടുക്കാൻ. പിന്നെ എന്തിനു നമ്മൾ മടിച്ചിരിക്കണം? യാതൊരുവിധ നഷ്ടസാധ്യതയില്ലാത്ത ഈ ഒരു ബിസിനസ് നിങ്ങൾ എത്രത്തോളം ഇതിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എനിക്കറിയില്ല. നിങ്ങൾ ഈ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാർ പ്രൊഡക്റ്റ് നല്ലതാണ്, എനിക്ക് നല്ല താല്പര്യമുണ്ട്, ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് എടുത്ത് ആളുകളിലേക്ക് എത്തിക്കാം, എന്നാൽ ട്രെയിനിങ് മീറ്റിംഗ് ഒന്നും എനിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് ഈ ബിസിനസ് ചേർന്നതല്ല. ഒരിക്കലും ഈ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇതൊരു ക്ലാസ് റൂം ഓറിയന്റഡ് ബിസിനസ്സാണ്. നിങ്ങൾക്ക് എത്രത്തോളം ട്രെയിനിങ് കിട്ടുന്നുണ്ടോ അത്രത്തോളം എന്ത് ചെയ്യാൻ പറ്റും? ഷോ ചെയ്യാൻ പറ്റും. ഒരാഴ്ചയിൽ മിനിമം 2 GTS എങ്കിലും പങ്കെടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ നിലമ്പൂർ പ്രദേശത്തുള്ള തുടക്കക്കാരായിട്ടുള്ള ആളുകൾ ഒരു പക്ഷേ ഈ ഒരു GTS പ്രസന്റേഷൻ മാത്രമേ കേൾക്കാൻ സാധ്യതയുണ്ടാവും, അല്ലേ? പാർട്ട് ടൈമേഴ്സ് ആവാം, വേറെ ജോലി ചെയ്യുന്നവരാവാം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആ ആഴ്ചയിലുള്ള ഒരു GTS ഞാൻ മിസ് ചെയ്യില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് ഓരോ ആഴ്ചയിലും ഓരോ വ്യക്തികളെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് അച്ചീവേഴ്സ് സ്റ്റേജിൽ കയറുന്നില്ലേ? അതിൽ ഒരാൾ വന്ന് കയറിയാണ്, ഞാൻ ഉസ്താദായിരുന്നു, ഞാൻ ഇത്ര പ്രയാസത്തിൽ കൂടെ ജീവിച്ചൊരു വ്യക്തി, ഈ ലെവലിലേക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറയുന്ന സമയത്ത് ഒരു ഉസ്താദിന് ആ കാര്യം മനസ്സിലാവില്ലേ? അദ്ദേഹത്തെ പോലെ ആയിരുന്നു ഞാനും. ഇപ്പോൾ അദ്ദേഹം അന്നായിരുന്ന ലെവലിലാണ് ഞാൻ ഇന്നുള്ളത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ലെവലിലേക്ക് എനിക്ക് മാറണമെന്ന് ചിന്ത വരില്ലേ? ഒരു ഓട്ടോ ഡ്രൈവർക്ക് അത് വരില്ലേ? ഒരു സാധാരണ കച്ചവടക്കാരനോ പ്രവാസി അല്ലെങ്കിൽ വേറെ ഏത് മേഖലയിലോ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് സെയിം മേഖലയിലുള്ള ഒരു വ്യക്തി ഇവിടുന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കൂലേ? തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു മീറ്റിംഗ് സെൻറ്റർ നമുക്ക് ഒന്നും കൂടെ വിപുലമാക്കണം. വലിയ ലെവലിലേക്ക് ക്രൗഡോട് കൂടി മുന്നോട്ട് പോകണം. ഞങ്ങൾ എല്ലാ അപ്ലൈ ലീഡേഴ്സും ഈ ഒരു മീറ്റിംഗ് സെൻറ്ററിൽ വരാൻ നേരിട്ടുണ്ട്. അടുത്ത് തന്നെ നമുക്ക് WTC ഞങ്ങളെ മെൽനി സാറിന് ഈ ഒരു മീറ്റിംഗ് സെൻറ്ററിലേക്ക് അദ്ദേഹം ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1-2 ആഴ്ചകളിൽ ശനിയാഴ്ച അദ്ദേഹത്തിന് കൂടാത്ത ചെറിയ പ്രയാസമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം ഈ മീറ്റിംഗ് സെൻറ്ററിൽ വരും. അപ്പം അദ്ദേഹത്തിൻ്റെ സ്പീച്ചൊക്കെ കേട്ട ആളുകൾ ഇത്രയും ഉണ്ടാവില്ലേ? വളരെ രസകരമായിട്ട് കഥകളിൽ കൂടെ ഇങ്ങനെ പോകുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. എങ്ങനെ ഡേറ്റ് നമ്മൾ 8-ാം തീയതി ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷേ ചെറിയൊരു പ്രശ്നം അന്ന് കാണുന്നുണ്ട്. അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഞാൻ സുരേഷ് സാറ് മുഖേനയോ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ആ ഡേറ്റ് അറിയിക്കാം. ഓക്കെ, നേരത്തെ തന്നെ നമുക്ക് ആ ലീഡർ മാത്രമല്ല, വരുന്ന ഓരോ ലീഡേഴ്സും വാല്യുബിൾ ആണ്. കാരണം പല ആളുടെയും എക്സ്പീരിയൻസ്, ഞാൻ GTS സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കുന്നത് പല പുതിയ ആളുകളുടെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് മോട്ടിവേഷൻ ആവാറുണ്ട്. തുടക്കക്കാരായിട്ടുള്ള ആളുകൾ പല മോട്ടിവേഷൻ പല കാര്യങ്ങളും വരുന്ന സമയത്ത് നമുക്കിതിനകത്ത് ഒരു അഹങ്കാരമില്ല. ആര് നല്ലത് പറയുന്നോ, എവിടെ നല്ലത് കിട്ടുന്നോ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ആർക്ക് വേണം? നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കും, അല്ലേ? അപ്പോൾ വരുന്ന ഓരോ ലീഡേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഇപ്പോൾ മെൽനി സാർ അടക്കമുള്ള ഒരുപാട് കഴിവുള്ള ലീഡേഴ്സ് വരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശേഷം 10-15 വർഷത്തോളം ഈ ഒരു ഇൻഡസ്ട്രിയിൽ പരിചയമുള്ള വ്യക്തിയാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് വ്യക്തമായിട്ട് അത് നിറവേറ്റുന്ന ഒരു വ്യക്തികളാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ലീഡേഴ്സൊക്കെ ഇവിടെ വരാനുണ്ട്. നമുക്ക് ഈ മീറ്റിംഗ് സെൻറ്റർ ഈ ഹോളൊക്കെ ഒരു 6 മാസം നമുക്ക് മാറ്റണം. വലിയ ഹോളിലേക്ക് നമുക്ക് മാറണേ? തീർച്ചയായിട്ടും. നിങ്ങൾക്കൊക്കെ വലിയ ലെവലിലേക്ക് വലിയ റാങ്കിലേക്ക് മാറണ്ടേ? റെഡിയാണോ? ഓക്കെ ആണോ? അപ്പൊ തീർച്ചയായിട്ടും നമുക്കിനി മുന്നോട്ട് ഒന്നിച്ച് പ്രവർത്തിച്ച് നിലമ്പൂർ മേഖലയിൽ വലിയ മാറ്റങ്ങൾ മൈലേഷ്യൽ ബിസിനസ്സിൽ കൊണ്ടുവരണം. അതിന് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ പ്രവർത്തിക്കണമെന്നും കൂടി മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ജയ് മൈലേഷ്യ. ഓക്കെ, താങ്ക് യു സാർ.